വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഒരു പുതിയ ആഴ്ചയിലേക്ക്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വെൽക്കം ചെയ്യുന്നു. ഈ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വചനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ മോർണിംഗ് ഗ്ലോറിയിലും വൈകുന്നേരം റെവലേഷൻസിൻ്റെ ബൈബിൾ സ്റ്റഡിയിലൂടെ എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഒരു പുതിയ വീക്കിലേക്ക് ഐ വാണ്ട് ടു വെൽക്കം എവരിബഡി. അപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലി ഈ സമയത്ത് നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് അത് ലൈവ് ചാറ്റിൽ മെൻഷൻ ചെയ്യുക. വി വുഡ് ലവ് ടു നോ ആൻഡ് വി ആർ സോ എക്സൈറ്റഡ്. ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നത്. ഏമാൻ, നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം പാസ്റ്റർ നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ ഉള്ളത് UK നിന്നുള്ളൊരു വെൽവിഷറാണ്. ഈ സിസ്റ്ററിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. UK ഈ സിസ്റ്റർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഈ സിസ്റ്ററിൻ്റെ ലൈഫിൽ, ഫാമിലി ലൈഫിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഫാദർ ഇൻ ലോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പിതാവിൻ്റെ സ്ട്രോക്കിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്രദർ ഇൻ ലോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിക്ക്, ആ ബ്രദറിന് നല്ലൊരു ജോലി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുവൻ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൈവിക ആരോഗ്യം ഇവർ അനുഭവിക്കട്ടെ, ഇവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്ലെസ് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ചില അനൗൺസ്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് റെവലേഷൻസിൻ്റെ സ്റ്റഡി സീരീസ് നടക്കുന്നു. അത് തത്സമയമായിട്ട് കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചിൽ വെച്ച് ആണ് നടക്കുന്നത്. ബട്ട് ഇന്ന് വൈകുന്നേരം മാത്രം നമുക്ക് അത് ഈ സീരീസ് ഉണ്ടായിരിക്കത്തില്ല. നാളെ മുതൽ നമുക്ക് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നൊരു ദിവസം ഒരു ബ്രേക്ക് എടുത്തേക്കുവാണ് ചില കാരണങ്ങളാൽ. ബട്ട് നാളെ വൈകുന്നേരം 7 മണിക്ക് കൃത്യം നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ നേരിട്ട് കടന്നു വരിക. റെവലേഷൻസിൻ്റെ ലാസ്റ്റ് ഫ്യൂ എപ്പിസോഡ്സ് ആണ് നേരിട്ട് വന്ന് അനുഭവിക്കുക. അല്ലെങ്കിൽ ദൂരപ്രദേശങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഓൺലൈൻ കാണാം. എമൻ, ഗോഡ് ബ്ലെസ് യു. ക്രോസ് ഓവർ സർവീസ്, ന്യൂ ഇയർ ബ്ലെസ്സിംഗ് സർവീസ് മറക്കരുത്. അമേസിങ് തിങ്സ് ആർ ഇൻ സ്റ്റോർ. ഞാൻ എല്ലാ ഗസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല, ബട്ട് ഒരു വ്യക്തിയെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡോക്ടർ ബ്ലെസ്സൻ നേമന അതിശക്തമായ ഒരു വർഷിപ്പ് ലീഡറാണ്. സോ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ്സ് എല്ലാം നമുക്കൊരു അനുഗ്രഹമാണ്. നമ്മുടെ മിക്ക എല്ലാ ന്യൂ ഇയർ സർവീസിനും അദ്ദേഹം ലോകത്തെ ഏത് ഭാഗത്താണെങ്കിലും വരുവാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ഈ പ്രാവശ്യം അദ്ദേഹം വരികയാണ് ഓൾ ദ വേ ഫ്രം UK. സോ വി ആർ സോ എക്സൈറ്റഡ്. നിങ്ങളെല്ലാവരും ഞങ്ങൾ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. Amen. God bless you. Welcome back. This is a new week of Morning Glory. ഈ ആഴ്ചയിൽ കർത്താവ് നമ്മെ വളരെയധികം അനുഗ്രഹിക്കും, ആത്മീയമായി പരിപോഷിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി, ഇത് ദിവസവും ആവർത്തിച്ച് പല കാര്യങ്ങളും പറയുന്നത് കൊണ്ട് മുഷിച്ചിലായിട്ട് ആരും എടുക്കരുത്. പലതും കർത്താവ് നമ്മുടെ അകത്ത് കൊത്തിവെക്കാൻ പോവുകയാണ്, ജീവിതത്തിൽ മറക്കാത്ത രീതിയിൽ. So there are benefits from repetition. അതുകൊണ്ട് സഹകരിക്കണം. 45-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ബാല്യകാലത്ത് നമ്മൾ യോസഫിനെ പരിചയപ്പെട്ടു. ഹി വാസ് എ ഗുഡ് ചാപ്പ് ഇൻ ദ സെൻസ് മറ്റ് കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ പാപവഴികളിൽ പോയപ്പോൾ പോകാതെ പിടിച്ചു നിന്നവൻ, ദൈവത്തിനു വേണ്ടി നിന്നവൻ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ കർത്താവ് ഓർഗനൈസ് ചെയ്യുമെന്നും, ആദ്യമൊക്കെ വലിയ പ്രയാസങ്ങളിലൂടെ പോയാലും there is a phase in life that is coming where God is going to glorify you. ആദ്യം കഷ്ടം സഹിച്ചാൽ പിന്നത്തേതിൽ കൂടെ വാഴുന്ന രീതിയിൽ ഒരു പൊസിഷനിലേക്ക്, ഒരു മഹത്വത്തിലേക്ക്, ഏറ്റവും നല്ലൊരു അന്ത്യത്തിലേക്ക് ദൈവം നടത്തും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ യോസഫിൻ്റെ കഥ. 45-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് 2ാം പ്രാവശ്യം ജോസഫിൻ്റെ സഹോദരങ്ങൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഈജിപ്തിലെത്തുന്നു. ഈ പ്രാവശ്യം ബെന്യാമീനെ, മറ്റൊന്നുമില്ലാഞ്ഞിട്ട് ബെന്യാമീനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് 44-ാം അധ്യായത്തിൽ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ചു. ബെന്യാമീന് സ്പെഷ്യൽ പോർഷനൊക്കെ കൊടുത്തു, അത് നമ്മൾ കണ്ടു. അവർ തമ്മിൽ ഒത്തിരി നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. കൂടാതെ അവരെ യാത്ര അയക്കുമ്പോൾ എല്ലാവർക്കും
ധാരാളം ധാന്യം, പോകുന്ന വഴിയിൽ ഭക്ഷിക്കാനുള്ളത്, ഇതെല്ലാം കൊടുത്തു. മാത്രമല്ല എല്ലാവരുടെയും കാശ്, കൊണ്ടുവന്ന പണം അവരവരുടെ ചാക്കിൽ തന്നെ തിരിച്ച് വീണ്ടും വെച്ചു. ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ഉണ്ടായി, രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ ചെയ്തു. പക്ഷേ ഒരു കാര്യം കൂടി ജോസഫ് അവിടെ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ജോസഫിനെ ദൈവം ജ്ഞാനത്താൽ നിറച്ചിരിക്കുകയാണ്. ആ രാജ്യത്ത്, ഒരുപക്ഷെ അന്ന് ആ രാജ്യം എന്ന് പറയുന്നത് ശരിയല്ല, അന്നത്തെ വേൾഡിൽ, അന്നത്തെ ലോകത്ത്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഒരുപക്ഷെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ജോസഫ് ആയിരിക്കണം. അതുകൊണ്ടാണ് ജോസഫിൻ്റെ രാജ്യത്തിൽ മാത്രം ഭക്ഷണമുണ്ട്. ലോകത്തെല്ലാം വലിയ പട്ടിണിയാണ്. ജ്ഞാനമുള്ളൊരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു എക്കോണമിയിൽ ഒരു രാജ്യത്തെ പിടിച്ചു നിർത്താൻ കഴിയൂ. അത്രയ്ക്ക് വലിയ ജ്ഞാനം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. സോ തൻ്റെ ജ്ഞാനബുദ്ധിയിൽ താൻ ചെയ്തത്, താൻ ഉപയോഗിക്കുന്ന വെള്ളി പാനപാത്രം ബെഞ്ചമിൻ്റെ ചാക്കിനകത്ത് വയ്ക്കാൻ പറഞ്ഞിരുന്നു. അവർ പോയി കുറേ എത്തിയപ്പോൾ പുറകെ ചിലരെ വിട്ടു, ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആരോ ഞങ്ങളെ യജമാനൻ്റെ വെള്ളിപ്പാനപാത്രം മോഷ്ടിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമായി ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ്. എന്തിനെന്ന് ചോദിച്ചാൽ അവരെ വീണ്ടും തിരിച്ചു വരുത്താനും ചില കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി. സോ അങ്ങനെ അവരെ ചെക്ക് ചെയ്തപ്പോൾ ആദ്യം അവർ പറഞ്ഞു, നോ, ഞങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പണം കൂടി ഞങ്ങൾ കൊണ്ടുവന്ന് തന്നതാണ്, ഞങ്ങൾ സത്യസന്ധരാണ് എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ബെഞ്ചമിൻ്റെ ചാക്കിൽ അത് കണ്ടെത്തി. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവരെ ആശ്വാസമായി, എല്ലാവർക്കും വളരെ ആശ്വാസമായി. അപ്പോൾ ഉടൻ തന്നെ പറഞ്ഞു, ഇനിയും ഒരു 5 വർഷം കൂടി ഉണ്ട് ക്ഷാമം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിൽ പോയി എൻ്റെ അപ്പനെ, നമ്മുടെ പിതാവിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ ഏറ്റവും നല്ല, ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂപ്രദേശമായ ഗോഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നിങ്ങളെ പാർപ്പിക്കാം, ഞാൻ നിങ്ങളെ ടേക്ക് കെയർ ചെയ്തോളാം. മനസ്സിലാകുന്നുണ്ടല്ലോ? തന്നെ ക്രൂരമായി തന്നോട് ഇടപെട്ട, തൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ഇപ്പോൾ നന്മ കൊണ്ട് അവർക്കൊരു ജീവിതം നൽകി, അവരുടെ മരണം മാറ്റി, അവരുടെ പട്ടിണി മാറ്റി, അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ജോസഫ്. അതാണ് യേശു. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. സോ ഈ കാര്യങ്ങളൊക്കെ ഫറവോൻ അറിഞ്ഞു, ഇങ്ങനെ വന്നെന്നും ഒക്കെ അറിഞ്ഞു. 16-ാമത്തെ വചനം മുതൽ നമുക്ക് ഒന്ന് നോക്കാം. യോസഫിൻ്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോൻ്റെ അരമനയിലെത്തി. അത് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. ദേ വാസ് സോ ഹാപ്പി. ഫറവോൻ യോസഫിനോട് പറഞ്ഞത്, നിൻ്റെ സഹോദരന്മാരോട് നീ പറയേണ്ടതെന്നാൽ, നിങ്ങൾ ഇത് ചെയ്യുവിൻ. നിങ്ങൾ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങൾക്ക് മിസ്രൈം രാജ്യത്തിലെ നന്മ തരും, ദേശത്തിലെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും. നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു. ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രൈം ദേശത്തു നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റിക്കൊണ്ടുവരണം. ദൈവം ഒരു മനുഷ്യനെ മാനിക്കാൻ തുടങ്ങിയാൽ, ഞാനിത് പറയുമ്പോൾ ചിലരോടൊക്കെയുള്ള വ്യക്തിപരമായ ഒരു സന്ദേശമായിട്ട് എടുക്കണം, ഒരു പ്രവചന ദൂതായിട്ട് ഇതങ്ങ് കണക്കാക്കണം. ദൈവം നിങ്ങളെ മാനിക്കാമെന്ന് വിചാരിച്ചാൽ, തീരുമാനിച്ചാൽ, പിന്നെ ആർക്കും അതിനൊരു തടസ്സം നിൽക്കാൻ സാധ്യമല്ല. മൊർദെഖായിയെ മാനിച്ചു ഓർക്കുന്നുണ്ടോ? തന്നെ കൊല്ലുവാൻ ശ്രമിച്ചു, തനിക്ക് വേണ്ടി ഒരു കഴുമരമുണ്ടാക്കി. എന്നാൽ അതിൽ ആരാണോ അത് ആസൂത്രണം ചെയ്ത് അയാൾ തന്നെ കയറി. പക്ഷേ രാജാവിൻ്റെ രഥത്തിൽ കയറ്റി തന്നെ രാജ്യം മുഴുവൻ കൊണ്ടുപോയി, തന്നെ മാനിച്ചു. രാജാവ് മാനിക്കാൻ ഇച്ഛിക്കുന്നവനെ ഇങ്ങനെ ചെയ്യും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സോ ഇവിടെ കാണുന്നത് രാജാവ് തന്നെ രാജകീയമായ രീതിയിൽ, റോയൽ രീതിയിൽ, നമ്മൾ ഓർക്കേണ്ടത് ഇവരെല്ലാം ഷെപ്പേർഡ്സാണ്. എന്ന് വെച്ചാൽ ആട്ടിടയന്മാരാണല്ലോ ഇവരെല്ലാം. ഈ ആട്ടിടയന്മാരെ ഈജിപ്തിലുള്ളവർക്ക് വെറുപ്പാണ്. അവരെ ഈ എബ്രായരെയൊക്കെ വളരെ താഴ്ന്ന ജാതിക്കാരായിട്ടാണ് ഈജിപ്ഷ്യൻസ് കണക്കാക്കിയിരിക്കുന്നത്. കാരണം ഈജിപ്തിന് അന്ന് വലിയൊരു പ്രതാപമുണ്ട്, അന്നത്തെ വീറ്റോ പവറാണ്. അതുകൊണ്ട് ഇസ്രായേലിലൊന്നവർക്ക് യാതൊരു ഇതുമില്ല. കാരണം വെച്ചാൽ അവർ വളരെ കൊച്ചു കൂട്ടമാണ്. 10-70 പേരെ എല്ലാം കൂടി ചേർത്താലുള്ളൂ. ആര് മാനിക്കാനാണ്, ആര് കണക്കാക്കാനാണ്? അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഷെപ്പേർഡ്സിനൊന്നും ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ
അങ്ങനെയുള്ള അവരൊട്ടും മാനിക്കാത്തവരെ രാജാവിൻ്റെ രഥങ്ങളയച്ച് കൊണ്ടുവരാൻ പോവുക. അതുകൊണ്ട് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ അപ്പനെ കയറ്റി കൊണ്ടുവരണം. നിങ്ങളെ സാമാനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട. മിസ്രൈം ദേശത്ത് എങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളത് എന്ന് വെച്ചാൽ അവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇങ്ങ് കൊണ്ടുപോരും. നിങ്ങളുടെ മൃഗങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, കുഞ്ഞുകുട്ടികൾ, നിങ്ങൾക്ക് എന്തെല്ലാം സമ്പത്തോ സ്വത്തോ ഉണ്ടോ അതെല്ലാം ഇങ്ങ് കൊണ്ടുവരാൻ പറയും. ഇസ്രായേലിൻ്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു. യോസഫ് അവർക്ക് ഫറവോൻ്റെ കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു, വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു. അപ്പോൾ രണ്ടാം പ്രാവശ്യം തിരിച്ചു പോകുന്ന പോക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്നാം പ്രാവശ്യം വല്ലാതെ സംഭ്രമിച്ചാണ് അവർ തിരിച്ചു പോയത്. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നത് രാജകീയമായ രഥത്തിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ വണ്ടികളൊക്കെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരിൽ ഓരോരുത്തരും ഓരോ വസ്ത്രവും. ബെന്യാമീന് 300 വെള്ളിക്കാശും 5 വസ്ത്രം കൊടുത്തു. ബെന്യാമീനോടുള്ള ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലാണ് ജോസഫിൻ്റേത്, കാരണം തൻ്റെ സ്വന്തം സഹോദരനാണ്. അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പന് 10 കഴുതപ്പുറത്ത് മിസ്രൈമിലെ വിശേഷ സാധനങ്ങളും 10 പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു. അപ്പൻ ഇങ്ങോട്ട് കുറേ സുഗന്ധപ്പശയും ഹണിയും ആൽമണ്ട്സും പിസ്റ്റാഷ്യം ഒക്കെ കൊടുത്തുവിട്ടു. പക്ഷെ അങ്ങോട്ട് പോകുന്നത് കണ്ടോ, 10 കഴുതപ്പുറത്ത് മിസ്രൈമിലെ വിശേഷ സാധനങ്ങൾ, 10 പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യം, ആഹാരവും, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രിപ്പിന്. പിന്നെ അപ്പൻ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ, അതിനുള്ളതും എല്ലാം കൊടുത്തുവിടുകയാണ്. അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്ര അയച്ചു. അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ഠ കൂടരുതെന്ന് അവനോട് പറഞ്ഞു. അവിടെ ഞാനൊന്ന് നിർത്തുകയാണ്. അതായത് 24-ാമത്തെ വചനത്തിലാണ് കാണുന്നത്, ഡോണ്ട് ക്വാറൽ ഓൺ ദ വേ. ഇനി ഇവരുടെ സ്വഭാവം യോസഫിനറിയാം. നന്മ കയ്യിൽ വന്നു കഴിയുമ്പോൾ, വിടുതലായി കഴിയുമ്പോൾ തമ്മിൽ തല്ലുകൂടുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അതുകൊണ്ടൊരു സ്പെഷ്യൽ വാർണിംഗ് ആണ് ഞാനിവിടെ കളർ ചെയ്ത് വെച്ചിരിക്കുക. ഡോണ്ട് ക്വാറൽ ഓൺ ദ വേ. പോകുന്ന വഴിയിൽ നിങ്ങൾ ശണ്ഠ കൂടരുത്. യോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയാം, പോകുന്ന വഴിയിൽ നിങ്ങൾ ശണ്ഠ കൂടരുത്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കുടുംബം വലിയ പട്ടിണിയിലാണ്, വലിയ പ്രയാസത്തിലാണ്. അവസാനം പതുക്കെ ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങി, കുറച്ചൊക്കെ അനുഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് ബ്ലെസ്സിങ്സ് വരുമ്പോൾ തമ്മിൽ തല്ലാനുള്ള സാധ്യതയുണ്ട്. ഒന്നുമില്ലാത്ത കാലത്ത് എല്ലാവരും ഒരു പാത്രത്തിൽ നിന്നൊക്കെ കിള്ളിപ്പറിച്ചൊക്കെ കഴിച്ചൊക്കെ ജീവിച്ചു, ഭയങ്കര ഐക്യതയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി, വിശാലമാകാൻ തുടങ്ങിയ സമയത്ത് പ്രോപ്പർട്ടിക്ക് വേണ്ടിയും അതിനും ഇതിനുമൊക്കെ വേണ്ടിയും സഹോദരങ്ങൾ തല്ലുകൂടുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. സോ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു വാണിംഗ് കൊടുത്ത വിടുന്നത്, അതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഡോണ്ട് ക്വാറൽ ഓൺ ദ വേ. അത് യോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് മാത്രമായിട്ട് എടുക്കരുത്. ഇളയ സഹോദരനാണെങ്കിൽ പോലും മൂത്തവർ ഉപദേശിക്കുകയാണ്. ചില വീടുകളിൽ ചിലരെ ദൈവം പ്രത്യേകമായ ജ്ഞാനബുദ്ധി കൊണ്ടും പക്വത കൊണ്ടും അനുഗ്രഹിക്കും. എല്ലാവരും ഒരുപോലെയല്ല. അവർക്ക് അവരിൽ പലരും പറയുന്ന ഉപദേശങ്ങൾ മൂത്തവർ പോലും അനുസരിക്കും, ചിലപ്പോൾ മാതാപിതാക്കൾ പോലും അനുസരിക്കും. അങ്ങനെ ചിലരെ കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിക്കാറുണ്ട്. യോസഫ് ആ 12 പേരിൽ അങ്ങനെയുള്ള ഒരുവനായിരുന്നു. 25 മുതൽ നോക്കിക്കോ. അവർ മിസ്രയിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിൻ്റെ അടുക്കലെത്തി. തിരിച്ച് 2ാം ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തുകയാണ്. അവനോട്, യോസഫ് ജീവനോടെ ഇരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി, അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. ഇവിടെ വന്ന റിപ്പോർട്ട് വിശ്വസിക്കാൻ അപ്പനായ യാക്കോബിന് കഴിയുന്നില്ല. അപ്പൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. തൻ്റെ മകൻ മരിച്ചുപോയി എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിതാവ്. ഞാനതാ പറഞ്ഞത്, ഈ സ്വപ്നങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞു പലപ്പോഴും മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കുന്നത്. അഹങ്കാരമായിട്ടും ഒക്കെ ചിന്തിക്കും. ഞാൻ ദൈവിക സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ പകൽക്കിനാവുകളെക്കുറിച്ചോ പേക്കിനാവുകളെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് ചില മക്കൾക്ക് ദൈവം ചില ദർശനങ്ങളോ സ്വപ്നങ്ങളോ നൽകിയാൽ,
ചില സമയത്ത് അത് മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് മാത്രമല്ല, they may struggle to believe when they are exalted by God. ഇനി ദൈവം അവരെ ഉയർത്തിക്കഴിഞ്ഞാൽ അതും വിശ്വസിക്കാൻ സാധ്യമല്ല. അതാണ് ഇവിടെ യാക്കോബിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെനിക്ക്. ഓക്കെ, ഇനി 27-ാമത്തെ വചനം. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസഫ് ജീവനോടെ ഇരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ റിപ്പോർട്ട് എന്താണ്? നിൻ്റെ മകൻ യോസഫ് ജീവനോടെ ഇരിക്കുന്നു. ഇപ്പോഴും മരിച്ചതിൻ്റെ തെളിവ് കയ്യിലുണ്ട്. ആ വസ്ത്രം, രക്തം പുരണ്ട വസ്ത്രം കയ്യിലുണ്ട്. അത് കാണുമ്പോഴൊക്കെയും എല്ലാ ദിവസവും എടുത്ത് നോക്കി മരിച്ചുപോയ മകനെ ഓർക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നത് ദിസ് ഇസ് ഫോൾസ് എവിഡൻസ്. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്, അവൻ ജീവിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞിട്ട് വിശ്വസിച്ചു. പിന്നെ എപ്പോഴാണ് വിശ്വസിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ രഥങ്ങൾ കണ്ടപ്പോൾ, ഫറവോൻ്റെ രഥങ്ങൾ കണ്ടപ്പോഴാണ് വിശ്വാസം വന്നത്. അവരാദ്യത്തെ പ്രാവശ്യം മടങ്ങി വന്നതുപോലെയല്ല ഇപ്രാവശ്യം മടങ്ങി വന്നിരിക്കുന്നത്. മിസ്രയീമിലെ രാജകീയ രഥങ്ങൾ ഇതാ വീടിൻ്റെ മുറ്റത്ത് വന്ന് കിടക്കുകയാണ്. അത് വന്ന് നോക്കിയപ്പോഴാണ് വിശ്വാസമായത്. അതുവരെ മകൻ മരിച്ചുപോയി എന്നാണ് യാക്കോബ് വിശ്വസിച്ചിരുന്നത്. സോ ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ജോസഫ് ജീസസ് തമ്മിൽ പാരലുണ്ട്. ആ സമയത്ത് ഞാനിതൊക്കെ പറഞ്ഞിരുന്നു, എങ്കിലും ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാം. രഥങ്ങൾ കണ്ടപ്പോൾ യാക്കോബ് വിശ്വസിച്ചു എന്നതിൻ്റെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ നിറവേറൽ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? അതായത് ജോസഫ് ഇന്ന് ശവക്കുഴിയിലല്ല എന്ന് മനസ്സിലായത് രഥങ്ങൾ കണ്ടപ്പോഴാണ്. ക്രിസ്തു ഇന്ന് ശവക്കുഴിയിലില്ല, അവൻ മഹത്വത്തിലാണ്, അവൻ വലിയൊരു ഗ്ലോറിയിലാണ്, അവൻ അധികാരത്തിലാണ്, പവറിലാണ് എന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മെ ചേർക്കുവാൻ, അല്ലെങ്കിൽ നമ്മെ പണിതെടുത്ത് ഒരുക്കി അങ്ങോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. ഫറവോൻ്റെ രഥങ്ങൾക്ക് തുല്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഓർക്കണം, ക്രിസ്തു ഇന്ന് ശവക്കുഴിയിലല്ല, പകരം പിതാവിൻ്റെ മഹത്വത്തിലാണ്. ദിസ് എ ഹ്യൂജ് മിസ്റ്ററി. ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാത്തൊരു വലിയ വെളിപ്പാടാണ് ഞാൻ ഈ പറഞ്ഞത്. ക്രിസ്തു ഇന്ന് കല്ലറയിലില്ല എന്നെങ്ങനെ മനസ്സിലാക്കാം? ഇതാ വലിയൊരു രഥം വന്നിരിക്കുന്നു. പിതാവിൻ്റെ അടുക്കൽ അവനായിരിക്കുന്ന മഹത്വത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു, നമ്മെ കൊണ്ടുപോകാൻ, നമ്മെ റെഡിയാക്കാൻ. സോ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, ക്രിസ്തു ഇന്ന് ശവക്കുഴിയിലല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഓൾറൈറ്റ്, 46-ാമത്തെ അധ്യായത്തിലേക്ക് കൂടെ നമുക്കൊന്ന് ഇപ്പോൾ കയറാം. 46. So Israel set out with all that was his, and when he reached Beersheba, he offered sacrifices to the God of his father Isaac. അനന്തരം ഇസ്രായേൽ യാക്കോബ് തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു പോയി. അപ്പോൾ ഇവർ ചെയ്തത്, ഫറവോൻ്റെ അവിടെ നിന്ന് ഒത്തിരി വണ്ടികൾ വന്നിട്ടുണ്ട്, രഥങ്ങൾ വന്നിട്ടുണ്ട്. ഈ മനുഷ്യരെ മാത്രമല്ല, അവർക്ക് കനാൻ നാട്ടിലുള്ള സ്വത്തുക്കൾ മുഴുവൻ ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബേർഷെബയിലെത്തി. തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു. യാക്കോബിൻ്റെ ക്വാളിറ്റി ഉണ്ട്. തുടക്കം മുതൽ ദൈവത്തിന് യാഗം കഴിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, ദൈവവുമായി ബന്ധമുള്ള ഒരു ഗോത്രപിതാവാണ് യാക്കോബ്. പോകുന്ന വഴിയിലെല്ലാം അവൻ യാഗം കഴിക്കുകയാണ്. ഇനി അടുത്തത് 2-ാമത്തെ വചനം. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ, ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും, രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ,
മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഇപ്പം രാത്രിയിൽ ദൈവം വന്ന് യാക്കോബിനെ വിളിച്ചു. എന്നിട്ട് വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. നീ ഇപ്പോൾ മിസ്രൈമിലേക്ക് പോകാൻ ഒട്ടും ശങ്കിക്കണ്ട. വാസ്തവത്തിൽ അബ്രഹാമിന് ദൈവം വാഗ്ദത്തമായി കൊടുത്തത് കനാൻ ദേശമാണ്. നിനക്കും നിൻ്റെ സന്തതികൾക്കും എന്നും എന്നേക്കുമുള്ളൊരു അവകാശമായിട്ട് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും അവിടെ ഈ ഇസ്രായേൽ രാജ്യത്ത് പലരും തമ്മിൽ അടി നടക്കുന്നത്. ഇസ്രായേൽ ഇന്നും പറയുന്നത് ഞങ്ങൾക്ക് കർത്താവ് തീരാധാരം എഴുതി തന്ന ഒരു ഭൂപ്രദേശമാണ്, ഇത് ഞങ്ങളുടേതാണ്. എന്നാൽ മറ്റു ചിലർ വീണ്ടും അവിടെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഇസ്രായേലും പലസ്തീനും അതുമൊക്കെ ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കൊടുത്ത ഭൂപ്രദേശമാണിത്. മറ്റാരും അവിടെ അവകാശം പറഞ്ഞിട്ട് വചനപ്രകാരം ഒരു കാര്യവുമില്ല. ഓൾറൈറ്റ്. പക്ഷെ ഇപ്പോൾ ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് മിസ്രൈമിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ യാക്കോബ് ചിന്തിച്ചാണ്, ദൈവമേ ഞാൻ ഈ പോകുന്നത് ശരിയാണോ? കാരണം അബ്രഹാമും ഇസ്ഹാക്കൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഞാൻ ഒരിക്കലും ഈ ദേശം വിട്ട് പോകേണ്ടവനല്ല. പക്ഷെ പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ അങ്ങോട്ട് പോകുന്നത് നല്ലത്. ഫറവോൻ്റെ രഥങ്ങൾ വന്നിരിക്കുന്നു, പൊക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ ഇത് ശരിയാണോ? വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ച് കിടന്നിറങ്ങുമ്പോൾ കർത്താവ് കൺഫർമേഷൻ നൽകിയാണ്, നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ് ഞാൻ, മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും, യോസഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടക്കും എന്നും അരുളി ചെയ്തു. ഞാൻ അവിടെ ഒന്ന് നിർത്തിയ ഇവിടെ പറയുന്നതനുസരിച്ച് നിന്നെ ഞാൻ മടക്കി വരുത്തും, അവിടെ വെച്ച് ഈ മിസ്രൈം ദേശത്ത് വെച്ച് നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കും. പിന്നീട് വായിക്കുമ്പോൾ അറിയാം, ഇപ്പോൾ 70 പേര് മാത്രമാണ് ഈ പോകുന്നത്, വെറും 70 പേർ. പക്ഷെ ഞാൻ നിന്നെ അവിടെ വെച്ച് എന്താക്കി മാറ്റും? ഒരു വലിയ ജാതിയാക്കി മാറ്റും. മിസ്രൈമിൽ നീ ആയിരിക്കുന്ന സമയത്ത് പെരുകാൻ പോവുകയാണ്, ഒരു വലിയ ജാതിയായി നീ മാറാൻ പോവുകയാണ്. ഇതിലുള്ള ചിലരോടും കർത്താവ് പറയുന്നു, ഞാൻ അങ്ങനെ ഒരു സന്ദേശം പ്രസംഗിച്ചിട്ടുണ്ട്, യു ആർ എ നേഷൻ. നീ ഒരു വ്യക്തിയല്ല, നീ ഒരു രാജ്യമാണ്. നിന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് ഒറ്റയ്ക്കിറങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിന്നിലൂടെ ഒരു ജാതിയെ, ഒരു നേഷൻ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വെച്ചാൽ ഒരു വലിയ കൂട്ടത്തെ ദൈവം നിന്നിലൂടെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. വിവിധ രീതിയിലുള്ള പെയിൻ മാറിപ്പോട്ടെ, അസ്വസ്ഥതകൾ മാറിപ്പോട്ടെ. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ഉള്ള പലരെയും കർത്താവ് ഇന്ന് സുഖപ്പെടുത്തുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചില ഗ്ലാൻഡുകളിൽ പ്രശ്നമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. നേത്രഗോളത്തിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വിടുതലുകൾ ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങട്ടെ. തലയുടെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പുറകിലൊക്കെ ഭയങ്കര പെയിനുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ഇൻ ജീസസ് നെയിം. കേൾവി ശക്തി യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. പുകവലി ശീലത്തിൽ നിന്ന് കർത്താവ് ചിലരെ പുറത്തു കൊണ്ടുവരികയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മദ്യപാനത്തിൽ ചിലരെ കർത്താവ് പുറത്തു കൊണ്ട് വിവിധ രീതിയിലുള്ള അഡിക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ജനങ്ങളെ കർത്താവ് തിരുനാമത്തിൽ ഞാനിപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നാളെ നിങ്ങൾക്ക് കേൾക്കാം. ഇത് ഓരോന്നും വളരെ വിലപ്പെട്ട അമൂല്യമായ ചില കാര്യങ്ങളാണ് ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും മിസ്സാകരുത്. ഗോഡ് ബ്ലസ് യു. ബൈ.